പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ചൊവ്വാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയും ദിനമായി ഏവരുമായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയിൽ നിലനിൽപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 14 നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. പൗലോസും തീത്തോസും ക്രേത്തയിൽ സുവിശേഷ വേലയ്ക്കായി കടന്നു പോകുന്നു. അവിടെ അനേക ശുശ്രൂഷകൾ ചെയ്ത് സഭയെ ഒരുക്കുന്നു. അതിനുശേഷം പൗലോസ് മടങ്ങി തീത്തോസിനെ ക്രേത്തയിൽ ചില കാര്യങ്ങൾ ചുമതല ഏൽപ്പിച്ച് അത് ക്രമപ്പെടുത്തുവാൻ, അവിടെ മൂപ്പന്മാരെയും അധ്യക്ഷന്മാരെയും ക്രമീകരിക്കുവാനും അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുവാനും തീത്തോസിനെ ആക്കി വെക്കുന്നു. അങ്ങനെ തീത്തോസിന് നൽകുന്ന ഉപദേശങ്ങളും ചില നിർദ്ദേശങ്ങളുമാണ് തീത്തോസിന് എഴുതിയ ലേഖനം എന്ന നിലയിൽ നമുക്ക് ദൈവവചനത്തിൽ കൂടെ പൗലോസിന്റെ മറ്റൊരു ലേഖനം ലഭിക്കപ്പെട്ടത്. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് പറയുന്നത്. സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തത് എന്തിനാണ്? സൽപ്രവൃത്തികൾക്കായി ശുഷ്കാന്തിയുള്ളൊരു ജനമായി എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കുവാൻ. എങ്ങനെയാണ് വിശുദ്ധീകരിക്കുവാൻ ഇടയായത്? അതിന് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമാകുവാൻ വിട്ടുകൊടുത്തു. അങ്ങനെ സ്വപുത്രനെ യാഗമാക്കിയതിലൂടെ നമ്മെ ഓരോരുത്തരെയും സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു കൂട്ടമായി ശുദ്ധീകരിച്ച് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? പാട്ടും പാടി പ്രാർത്ഥിച്ച് കൂട്ടായ്മ കൂടി ആരാധന നടത്തി അനുഗ്രഹം പ്രാപിച്ചിരിക്കണം, ഇതിനാണോ? ആണ്, നിശ്ചയമായിട്ടുമാണ്. അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അതിന് മാത്രമാണോ ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ കുടുംബം, എൻ്റെ മകൾ കുടുംബം, അല്ലെ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി, എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബജീവിതം, എൻ്റെ പ്രോപ്പർട്ടി, ഞാനുമായി ബന്ധപ്പെട്ടതൊക്കെ എപ്പോഴും സെക്യൂറായിരിക്കണം, എപ്പോഴും ഹാപ്പി ആയിരിക്കണം, എപ്പോഴും ഡബിൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും മുഖം മാടുവാൻ ഇടയാകരുത്, ഒരിക്കലും ആശുപത്രി കയറുവാൻ ഇടയാകരുത്, ഒരിക്കലും സങ്കടപ്പെടുവാൻ ഇടയാകല്ലേ. ചുറ്റുപാടും എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകരുത്. അതിനുവേണ്ടി ഞാൻ ആരാധനയ്ക്ക് പോകും, ദശാംശം കൊടുക്കും, കൂട്ടായ്മ കൂടും, ഇതൊക്കെ ചെയ്യും. പ്രിയമുള്ളവരെ, ഇതിനു വേണ്ടിയാണോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്? സൽപ്രവർത്തികൾക്കായി ശുഷ്കാന്തിയുള്ള ഒരു ജനത്തെയാണ് ദൈവം തൻ്റെ പുത്രനെ കൊടുത്തതിലൂടെ വിഭാവന ചെയ്തത്. അങ്ങനെയെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഞാൻ ഈ പറഞ്ഞതൊന്നും വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ അത് മാത്രമായിരിക്കരുത് ഒരു വിശ്വാസിയുടെ, ഒരു ദൈവപൈതന്റെ ലക്ഷ്യം. ഞാനും നിങ്ങളും കർത്താവ് അനുശാസിക്കുന്ന വചനപ്രകാരമുള്ള സകല സൽപ്രവൃത്തികളിലും നിറയപ്പെട്ടവരായിരിക്കണം. നമ്മൾ അതിൽ പരിപൂർണമായി പങ്കുചേരുന്നവരായിരിക്കണം. അതുകൊണ്ട് നമുക്കുള്ളതിൽ നിന്ന്
നാം സന്തോഷത്തോടെ സൽപ്രവൃത്തികൾക്കായി മറ്റുള്ളവരെ കരുതുവാൻ, സ്നേഹിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വിട്ടുകൊടുക്കുവാൻ, ക്ഷമിക്കുവാൻ, ചേർത്തുപിടിക്കുവാൻ, കൂടെ യാത്ര ചെയ്യുവാൻ, കൂടെ വേദന അനുഭവിപ്പാൻ, കൂടെ സങ്കടത്തിൽ പങ്കുചേരുവാൻ, നമുക്കുള്ളത് കൊണ്ട് അവരെയും കൂടെ പോഷിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ കുറെ കണ്ഠമിടറി പ്രാർത്ഥിച്ചത് കൊണ്ടും മണിക്കൂർ കണക്കിന് പ്രസംഗിച്ചത് കൊണ്ടും 1.5 മണിക്കൂർ റിതമ്പാടയിൽ നിന്ന് ആരാധന നടത്തിയത് കൊണ്ടും ഒരു ഗുണവുമില്ല എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? അത് 1 മില്യൺ 2 ബില്യൺ ഡോളേഴ്സ് ഒന്നും കൊടുത്താൽ ഈ വില തീരുകയില്ല. ആർക്കും വില നിശ്ചയിക്കുവാൻ പറ്റാത്ത വണ്ണം ഹല്ലേലൂയ തന്റെ ഓമനെ കുമാരനെ 33 തിരുവയസ്സിൽ എനിക്ക് വേണ്ടി, താങ്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി കൊലക്കളത്തിൽ യാഗമാകുവാൻ തയ്യാറായി. അതിലൂടെ ദൈവം വിഭാവന ചെയ്തത് ഞാനും നിങ്ങളും പാപം കൂടാതെ ജീവിക്കണം, നിത്യശിക്ഷാവിധിക്ക് പകരം നിത്യരക്ഷ, നിത്യജീവൻ പ്രാപിക്കണം, സൽപ്രവർത്തികളിൽ മുതിർന്നു വരണം, ദൈവകൃപയിൽ നിലനിൽക്കണം, മറ്റുള്ളവരിലേക്ക് ഈ ദൈവസ്നേഹം പങ്കുവെക്കണം. പ്രിയ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെ കർത്താവ് വിളിച്ചതിന്റെ വ്യക്തമായ ലക്ഷ്യം ബോധ്യമായി ദൈവകൃപയോടെ ജീവിപ്പാൻ ഇടയാവട്ടെ. നമ്മുടെ വേദനകളും പ്രശ്നങ്ങളും സങ്കടങ്ങളും വിഷമതകളും ദാരിദ്ര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടും മാറിയിട്ട് സൽപ്രവർത്തികൾക്ക്, ദാനധർമ്മങ്ങൾക്ക്, കരുതലിന് തുടക്കം കുറിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അത് നടക്കാൻ പോകുന്നില്ല. നമ്മുടെ വേദനയുടെയും രോഗങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും സാമ്പത്തിക പരാധീനതകളുടെ ഒക്കെ നടുവിലും ഈ സൽപ്രവൃത്തിയിൽ നാം സമ്പന്നരായി തീരണം. നാം അതിൽ സന്തോഷം കണ്ടെത്തണം, നാം അതിൽ ദൈവകൃപ കണ്ടെത്തണം. അപ്പോഴാണ് യഥാർത്ഥ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുന്നത്. പ്രിയ ദൈവജനമേ, ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ട് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ഈ വാക്യം എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അന്വർത്ഥമാക്കി പ്രാർത്ഥനാപൂർവം മുൻപോട്ട് പോകുക. നിശ്ചയമായും നമുക്കൊരിക്കലും ഒരു ദാരിദ്ര്യമോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഉണ്ടാവുകയില്ല. കാരണം നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. തമ്പുരാൻ നമ്മെ മാനിപ്പാൻ മതിയായ ദൈവം തന്നെ. ആ ദൈവം ഇന്ന് പകൽ ജീവജലത്തിന്റെ പ്രേക്ഷകരായ എല്ലാ സഹോദരീ സഹോദരങ്ങളെയും, എൻ്റെ പ്രിയ മാതാപിതാക്കളെയും, എൻ്റെ അനുജന്മാരെയും അനുജത്തിമാരെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ, തൻ്റെ കൃപയാൽ നിറയ്ക്കട്ടെ. അങ്ങനെ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സകലത്തിലും നിറവുള്ളവരായി, സന്തോഷമുള്ളവരായി, അനുഗ്രഹമുള്ളവരായി ജീവിപ്പാനും അവയൊക്കെ പ്രാപിക്കുമ്പോൾ അത് തന്ന ഒരു ദൈവമുണ്ടെന്നും മറ്റുള്ളവർക്കും കൂടെ അത് പങ്കുവെക്കണമെന്നുള്ള ഉൾക്കാഴ്ചയോടെ സ്തോത്രത്തോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽ നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഓഗസ്റ്റ് മാസത്തിന്റെ 5-ാം ദിനം കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. തീത്തോസിനോട് ഉപദേശം നൽകുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ ഓമനകുമാരനെ കാൽവറിയിൽ യാഗമാകുവാൻ വിട്ടുകൊടുത്തതിന്റെ ഉദ്ദേശം എന്തെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ വ്യക്തമാക്കിയത് ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ചുവല്ലോ. ഞങ്ങളെ സൽപ്രവൃത്തികൾക്കായി അവിടുന്ന് വിളിച്ചു. അതിനുവേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുത്ത വിശുദ്ധ ജനമാക്കുവാൻ അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകുന്നു എന്നുള്ള വലിയ സദ്വാർത്ത സ്തോത്രത്തോടെ സ്വീകരിപ്പാനും ആ വാക്യം അതുപോലെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി സാക്ഷ്യമുള്ളവരായി തീരുവാനും ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്ന് ദൈവവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. വേദനയിലോ സങ്കടത്തിലോ വിഷമത്തിലോ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ അപ്പാ അവിടുന്ന് അവരെ സന്ദർശിക്കണമേ, അവരുടെ വേദനകളെ ഏറ്റെടുക്കണമേ. ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി വിടുതലോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ,
ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളുടെയും ഭാരങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ മധ്യേ കർത്താവിനെ സേവിപ്പാൻ എന്നെ വിളിച്ചത് എന്തിനാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ അത് പാലിക്കുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അങ്ങനെ വളരെ ധന്യമായ ജീവിതത്തിൻ്റെ ഉടമകളായി നാം എവിടെയായിരുന്നാലും കർത്താവിനോട് ചേർന്ന് ജീവിച്ച് സ്തോത്രത്തോടെ നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ, സകല നന്മകളാലും നിറയ്ക്കട്ടെ, ദൈവകൃപയോടെ നടത്തട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.